ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൂക്കളം തയ്യാറാക്കാനുള്ള പൂക്കളിൽ തേടിയുള്ള നടപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം ദിവസമാണ്, അതായത് ചിത്തിര ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് ചെമ്പരത്തി മുട്ടുകളൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ദൂരമുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും വൈകുന്നേരം തന്നെ പോകാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കമ്മൽപ്പൂവ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു മഞ്ഞപ്പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടുകാർ ഇടുന്നുണ്ടെങ്കിൽ കൂടെ അവർക്കുള്ളത് മാറ്റി നിർത്തി നമ്മൾ ബാക്കി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പൂക്കളൊക്കെ പറിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ചെമ്പരത്തിയൊക്കെ നമുക്ക് നാളേക്ക് നന്നായിട്ട് വിരിയാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ പെരുകിൻ്റെ പൂവ്, ഈ ഒരു കുഞ്ഞു വെള്ളപ്പൂവൊക്കെ കുറച്ചധികം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം രാവിലെയാണ്, അതായത് നമ്മുടെ ചോതി ദിവസത്തെ പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തലേ ദിവസത്തെ പൂക്കളത്തിരി വെള്ളമൊക്കെ നനച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് പൂക്കളൊക്കെ നല്ലോണം ഉണങ്ങി പിടിച്ചിട്ടാണ് ഇരുന്നായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ തറ അത്യാവശ്യം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ബലമൊക്കെ ഉണ്ട്. നമ്മൾ പൂക്കളൊക്കെ ദേ പെട്ടെന്ന് മാറ്റി ഇനി നമ്മുടെ പുതിയ ഇന്നത്തെ പൂക്കളത്തിനുള്ള ചാണകമൊക്കെ തേച്ച് ഒന്ന് മെഴുകിയെടുക്കട്ടെ. ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് നമുക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പെട്ടെന്ന് സ്പീഡായിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പൂത്തറ ഇവിടെ ചാണകമൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പൂക്കളും ഇവിടെ റെഡി. ഇനി നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പൂക്കൾ പറിച്ചെടുത്താലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ നമ്മൾ ഇന്നാണ് പറിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ചധികം റോസാപ്പൂക്കളൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ബാക്കിയുള്ള പൂക്കളെ എല്ലാം പറിച്ചെടുത്തിട്ട് പൂക്കളം ഇടാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൂ വേണം. പെട്ടെന്നാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആമ്പൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പൂവ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്തായാലും ബാക്കി ഇനി കളത്തിൽ നിന്ന് വിരിഞ്ഞോളും. ആ ആമ്പലിനെ ഞാൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്തു. ആമ്പലെ നമ്മൾ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വലുപ്പമൊക്കെ കുറവാണ്. എന്നാലും വേണ്ടില്ല, നമ്മുടെ വീട്ടിലുണ്ടായ പൂവല്ലേ. പിന്നെ നമ്മൾ ആ ചാണകം കവർ ചെയ്യുന്ന തരത്തിൽ നല്ല വെള്ള പെരുകിൻ്റെ പൂവും പിന്നെ ഈ വെളുത്ത തരത്തിലുള്ള ഒരു പൂവും കൂടി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. അടുത്തത് റോസാപ്പൂവിൻ്റെ ഊഴാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു റോസാപ്പൂ പോലും ഉണ്ടാവാത്ത സമയത്ത് നമുക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു തലയിൽ ഒരു പൂവൊക്കെ ചൂടാൻ വേണ്ടിയിട്ട്. വീട്ടിലുണ്ടായപ്പോഴാവട്ടെ അതിനെ ചെടിയിൽ തന്നെ നിർത്തി ഭംഗി ആസ്വദിക്കുന്നതാണ് നമുക്കിഷ്ടം. എന്തായാലും ഇതാ റോസാപ്പൂക്കളൊക്കെ ഇതളുകളാക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും വെറും 10 ദിവസത്തേക്കല്ലേ എന്നുള്ള ഒരു സമാധാനമാണുള്ളത് കേട്ടോ. അപ്പോൾ ധാരാളം പൂക്കളുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ പൂക്കളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ കമ്മൽപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 10-15 കമ്മൽപ്പൂവേ ആകെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മളുള്ള സ്ഥലത്ത് അതിനെ കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മഞ്ഞപ്പൂവൊക്കെ ഇട്ടിട്ടുള്ള പൂക്കളത്തിന് കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലേ. എന്തായാലും നമ്മുടെ ഒരു അതിഥി ഇതിനിടയ്ക്ക് നമ്മുടെ കളത്തിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇറക്കി വിട്ടു. ഇനി ബാക്കി കാശിത്തുമ്പയും കൂടെ വെച്ചിട്ട് നമ്മുടെ പൂക്കളം ഒന്ന് മനോഹരാക്കി എടുക്കട്ടെ. പൂക്കൾ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ നമ്മുടെ ടെറസിലുള്ള ജമന്തി കൂടെ പോയി പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജമന്തിയും പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കാപ്പൂ എന്ന് പറയുന്ന അതിൻ്റെ പൂക്കളും ഒക്കെ ഈ സമയമാകുമ്പോഴേക്കും വിരിഞ്ഞു വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ റെഡിയാക്കി എടുത്തു. ആദ്യം തന്നെ ഈ ചെമ്പരത്തി ഇതളുകളോട് സാദൃശ്യമുള്ള ഈ ഇതളുകളാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ ജമന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായതായതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ട് കേട്ടോ ഇതിടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ജമന്തിയൊക്കെ ഞാനിതാ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ചധികം സമയമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ആർഭാരമായിട്ടുള്ള പൂക്കളൊക്കെ ഇടുന്നത്. നാളെ നമുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് സമയം കിട്ടില്ല. ഇങ്ങനെ അരിഞ്ഞിടുന്ന പരിപാടിക്കൊന്നും സമയം തീരെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ജമന്തിയുടെ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ വട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചെമ്പരത്തിയാണ് ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത്. അപ്പോൾ ചെമ്പരത്തി വെച്ചിട്ട് നമ്മുടെ അവസാനത്തെ ചുറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെമ്പരത്തിയൊക്കെ ഇത്രയും അധികം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് പൂവൊക്കെ ഇടാനാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരു ചെമ്പരത്തി കമ്പൊക്കെ വീട്ടിൽ നട്ടോളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ചോതിപ്പൂക്കളം ഇവിടെ റെഡിയായേ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ ദാ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ദാ പെറുക്കിയെടുത്തു. ഇനി നമ്മുടെ ചന്ദനത്തിരിയും കൂടെ കുത്തിക്കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെയാണ് പൂക്കളം ഇടേണ്ടത്. സമയം കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് വെയിലൊക്കെ ദാ നമ്മുടെ മുഖത്തടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 8:20 ആയിട്ടുണ്ട്. നമ്മളിതുവരെയായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ
നമ്മുടെ പൂക്കളം കണ്ടുകൊണ്ട് ഇന്നത്തെ ചായയും കൂടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാളെ വ്യത്യസ്തമാർന്ന നമ്മുടെ അടുത്ത പൂക്കളായിട്ട് നമുക്ക് വീണ്ടും കാണാം.